When we are a designer or when we are designing something, we have to consider a thing which is very important. 1.3 billion people have some sort of disabilities around the globe. Hearing issue, neurological issue, mobility issue, some sort of disabilities. 1.3 billion. That's actually not small, right? സോ ഇവർക്കൊക്കെ ഡിസബിലിറ്റി ഇഷ്യൂസ് ഉള്ള സമയത്ത് വെൻ വി ആർ എ ഡിസൈനർ ഓർ വെൻ വി ആർ ഡിസൈനിങ് സംതിങ് വി ഹാവ് ടു കൺസിഡർ എ തിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് ആക്സസിബിലിറ്റി. ആക്സസിബിലിറ്റി ഇൻ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മച്ച് മോർ ദാൻ യു തിങ്ക്, റൈറ്റ്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എന്താണ് നമ്മൾ ഇന്ന ആൾക്കാർ കൺസിഡർ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നു, ബട്ട് ഇറ്റ്സ് മച്ച് മോർ ദാൻ യു തിങ്ക്, റൈറ്റ്? ആസ് ഡിസൈനേഴ്സ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് വി ക്യാൻ ആക്ച്വലി ഡിസൈൻ ബൈ യൂസിങ് എംപത്തി. നമുക്ക് യൂസേഴ്സിനെ മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു കാര്യം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വി ആർ നോട്ട് ജസ്റ്റ് എ ഡിസൈനർ, റൈറ്റ്? നമ്മളൊരു ഡിസൈനർ ടാഗിൽ മാത്രമല്ല അപ്പോൾ ഒതുങ്ങുന്നത്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻസ് ഇൻ ദി ബെസ്റ്റ് ലെവൽ പോസിബിൾ. വി ക്യാൻ എംപതൈസ് ദം ആൻഡ് വി ക്യാൻ ഹാവ് എ കണക്ഷൻ, റൈറ്റ്? നമ്മുടെ ഒരു ക്രാഫ്റ്റ് വെച്ചിട്ട് ഇഫ് ദാറ്റ് തിങ് ഈസ് ഗെറ്റിംഗ് യൂസ്ഫുൾ ഫോർ അതേഴ്സ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ബട്ടൺ ഓർ എ ഡ്രോപ്പ് ഡൗൺ മെനു ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് ദി ബെസ്റ്റ് തിങ് വിച്ച് വി ക്യാൻ ഡു ആസ് എ ഡിസൈനർ. ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് UX UI ഓർ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഡിസൈനിൽ വരുന്ന സമയത്ത് പലരും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. മോസ്റ്റ് ഓഫ് ദി കേസ് എന്ന് പറയുന്നത് അവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് എന്താണ് ആക്സസിബിലിറ്റി ഇൻ ഡിസൈൻ എന്നുള്ളത്. സോ ഇൻ ദിസ് വീഡിയോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ എന്താണ് ആക്സസിബിലിറ്റി ഇൻ ഡിസൈൻ, ഹൗ ടു ഡിസൈൻ ബെറ്റർ ആക്സസിബിലിറ്റി, എന്തൊക്കെയാണ് കീ ഫാക്ടേഴ്സ്, എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണം. പിന്നെ വിൽ കവർ സെർട്ടൻ മേജർ ടിപ്സ് ഓൺ ഹൗ ടു അപ്ലൈ ആക്സസിബിലിറ്റി ഇൻ ഡിസൈൻ ഇൻ ബെറ്റർ വേസ്, റൈറ്റ്? നമുക്ക് കുറച്ച് ചില ഫ്രെയിം വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്തു. ഗുഡ് ആക്സസിബിലിറ്റി, നമ്മൾ ആക്സസിബിലിറ്റീൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കണം. ഓക്കെ, സോ ദി ബെസ്റ്റ് തിങ് നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കേസിൻ്റെ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ കേസ് ഉണ്ട്, അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ വേ, അതിൻ്റെ ബേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആദ്യമുള്ളൊരു ലൈക്ക് കൈൻഡ് ഓഫ് തിങ് ആണ്, റൈറ്റ്? ഡിജിറ്റൽ അല്ലെങ്കിൽ പോലും മുമ്പ് ആൻഷ്യൻ ടൈംസിൽ തന്നെ ആൾക്കാർ കുറേ കാര്യങ്ങൾ ആക്സസിബിലിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ ആൻഷ്യൻ്റെ ആൾക്കാർ റാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗുഡ്സിനൊക്കെ ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടും, ആൾക്കാരിൽ മൊബിലിറ്റി ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ബാരലെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏർലി ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ആക്സസിബിലിറ്റീൻ്റെ കേസിൽ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ബ്ലൈൻഡ് പീപ്പിൾസിന് വായിക്കാനും റൈറ്റ് ചെയ്യാനും ഇൻഡിപെൻഡൻ്റ്ലി പറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു. ദെൻ പോസ്റ്റ് വേൾഡ് വാർ 2 ആക്സസിബിലിറ്റി ആൾക്കാർ കൂടുതലും എന്താണ് ലൈക്ക് വാല്യൂ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. ബിക്കോസ് വാറ് കഴിഞ്ഞ് കുറേ ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ അത് കൂടി കഴിഞ്ഞപ്പം ലൈക്ക് അവർക്കും എല്ലാ ബിൽഡിങ്സിലും എല്ലാ ആക്സസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എന്താണ് അവർക്കും ആക്സസിബിലിറ്റി അപ്ലൈ ചെയ്ത് തുടങ്ങി. പിന്നെ 1990s ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോഴാണ് ലൈക്ക് ഡിജിറ്റൽ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ WCAG. സോ ഈ സമയത്താണ് സ്ക്രീൻസും കീബോർഡ്സും കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയപ്പം വെബ് കോണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ വന്നത്. ആൻഡ് 2000s യൂണിവേഴ്സൽ ഡിസൈൻ വന്നത്. അതായത് ഡിസൈനേഴ്സ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രം ലൈക്ക് അവർക്ക് വേണ്ടി മാത്രം സ്പെസിഫിക്കലി ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്ട് ദേ കൺസിഡർഡ് ലൈക്ക് എവറി വൺ, റൈറ്റ്? എല്ലാവർക്കും യൂസിബിലിറ്റി അത് യൂസ് കേസ് വരുന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അതിലൊരു എക്സാമ്പിളാണ് കേർബ്സ് കട്ട് ഹെൽപ്പിംഗ് നോട്ട് ജസ്റ്റ് വീൽ ചെയർ യൂസേഴ്സ് ബട്ട് ഓൾസോ പാരൻസിൻ്റെ കാര്യങ്ങളൊക്കെ. ആൻഡ് ക്ലോസ്ഡ് ക്യാപ്ഷൻസ് ഹെൽപ്പിംഗ് ബോത്ത് ദ ഡെഫ് ആൻഡ് പീപ്പിൾ ഇൻ വെരി നോയ്സി സ്പേസസ്. ആൻഡ് 2010s റേഞ്ചിലാണ് ആക്സസിബിലിറ്റി ഭയങ്കരമായിട്ട് കോറായത്, ഡിജിറ്റൽ എക്സ്പീരിയൻസിൻ്റെ കോറായത്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിളൊക്കെ ഡയറക്റ്റ്ലി ആക്സസിബിലിറ്റി അവരെ ഫീച്ചേഴ്സ് കാര്യത്തിലൊക്കെ എക്കോസിസ്റ്റത്തിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് സ്ക്രീൻ റീഡേഴ്സ്, കളർ ഫിൽറ്റേഴ്സ്, ഓഡിയോ വീഡിയോ കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ. പിന്നെ 2008 WCAGൻ്റെ 2.0 റിലീസ് ആവുന്നത്. അതിൻ്റെ കുറച്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ 2.1 ഇങ്ങനെയൊക്കെ ഒരു ഷിഫ്റ്റ് അവരെ ഗൈഡ് ലൈൻസിൽ ഷിഫ്റ്റ് വന്നത്. സോ ഈ ഡിജിറ്റൽ ഡിവൈസസ് മൊബൈലിലേക്കും അല്ലെ മറ്റുള്ള ലൈക്ക് ഇൻ്റർഫേസസിലൊക്കെ മാറാൻ തുടങ്ങുമ്പോഴാണ് ഗൈഡ് ലൈൻസ് അപ്ഡേറ്റ് ആവുന്നത്, റൈറ്റ്? സോ അതായിരുന്നു ഇൻക്ലൂസീവ് ഡിസൈൻ എന്നൊരു മൈൻഡ് സെറ്റ് ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ കൊണ്ടുവന്നത്. അതായത് ഫോക്കസിങ് ഓൺ ഡൈവേഴ്സിറ്റി ഓഫ് ഡെബിലിറ്റി, കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റ്, എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു കൾച്ചർ. സോ ദാറ്റ്സ് എ ബേസ് ഐഡിയ അബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് ആക്സസിബിലിറ്റി. സോ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ്ലി ഡിജിറ്റലിൽ വന്ന കേസല്ല. അതേ ആക്സസിബിലിറ്റി ആൾക്കാർ ഫിസിക്കൽ സ്പേസിലും എൻവയോൺമെൻറ്റിലും അപ്ലൈ ചെയ്തിരുന്നു. ആൻഡ് ഈ ഡിജിറ്റൽ ഇറ അല്ലെങ്കിൽ ഡിജിറ്റൽ യൂസേജ് തുടങ്ങിയപ്പോഴാണ് ഡിജിറ്റൽ സ്പേസിലേക്ക് ആക്സസിബിലിറ്റി മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, നൗ എന്തുകൊണ്ട് കമ്പനീസ് ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ള കുറച്ച് ഫാക്ടേഴ്സാണ്. ലൈക്ക് ദർ ആർ മെയിൻ ഫാക്ടേഴ്സ്. സം ഓഫ് ദം ആർ കമ്പനീസ് ഇഫ് ദേ ആർ നോട്ട് അപ്ലൈങ് ആക്സസിബിലിറ്റി കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ആ യൂസേഴ്സിനെ അവർക്ക് നഷ്ടപ്പെടും. ടെക്നിക്കലി അവർക്ക് യൂസേഴ്സ് ലോസ് ആണ്, like paid customers ചിലപ്പോൾ ലോസ് ആവും, which end up getting low revenue rate. And there are laws and legislative things coming in the which is saying that എന്തായാലും ആക്സസിബിലിറ്റി അപ്ലൈ ചെയ്യണം ഫോർ യൂസേഴ്സ്. അല്ലെങ്കിൽ കമ്പനീസിന് ഭയങ്കരമായിട്ടുള്ള ലീഗൽ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, റൈറ്റ്? യൂസർ ഈസ് ഗെറ്റിംഗ് ഇൻവാലിഡ് തിങ്സ് അല്ലെങ്കിൽ യൂസർക്ക് ഒരു നഷ്ടം വരാണ്,
poor accessibility കൊണ്ട് ലോസ് ആൻഡ് കാര്യങ്ങൾ വരുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. ദെൻ ഒബിയസ്ലി ട്രസ്റ്റ്. ആക്സസിബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ആ പ്രൊഡക്റ്റിന് ലോങ് ടേം ആയിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുക. റൈറ്റ്, ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് എവറി സോർട്ട് ഓഫ് ഓഡിയൻസ്. സോ ആ ട്രസ്റ്റ് ബിൽഡ് ആവുക ആക്സസിബിലിറ്റി എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ ഇതുകൊണ്ട് തന്നെയാണ് ആസ് എ ഡിസൈനർ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന കേസ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. സോ നമുക്കിനി കുറച്ച് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ് നോക്കാം. ഇത് അറിഞ്ഞാൽ തന്നെ ഇഫ് യു ആർ എ വർക്കിംഗ് ഡിസൈനർ യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് അപ്ലൈങ് റൈറ്റ് അവേ ഓൺ യുവർ പ്രോജക്ട്സ്. റൈറ്റ്, WCAG ആണ് പ്രൈമറി ആയിട്ടുള്ളൊരു ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ വെബ് കോണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ്. എന്താണ് WCAG? WCAG എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആണ് ക്രിയേറ്റഡ് ബൈ ദി W3C വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം. ഇത് പ്രൈമറിലി വന്നിട്ടുള്ളത് ഇറ്റ്സ് ടു മേക്ക് ഷുവർ വെബ്സൈറ്റ്സ്, ആപ്സ് ആൻഡ് ഡിജിറ്റൽ കോണ്ടന്റ് ആക്സസിബിൾ ആണ് ടു എവറി വൺ, ഇൻക്ലൂഡിംഗ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് such as vision, hearing, mobility or cognitive challenges. So ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആസ് എ ഡിസൈനർ വി ആർ ആസ്കിങ് ദ ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ വി മേക്ക് അവർ ഡിസൈൻ ആൻഡ് കോഡ് ഈസിലി ആക്സസിബിൾ ടു എവറി വൺ ഓർ യൂസ്ഫുൾ ടു എവറി വൺ. സോ ദർ ആർ 4 components, right? Number 1 is perceivable. Perceivable മീനിങ് എന്താ വെച്ചാൽ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു പെർസീവ് ദി കോണ്ടന്റ്, റൈറ്റ്? അതായത് UI ഉള്ള ഇൻഫോർമേഷൻ ഇൻവിസിബിൾ ആവരുത്, റൈറ്റ്? ഇൻഫോർമേഷൻ ആൻഡ് UI must not be invisible to all of a user's senses. For example, color contrast on Google search ആണ്, റൈറ്റ്? ഗൂഗിൾ സെർച്ചിൻ്റെ കോൺട്രാസ്റ്റ് ഇറ്റ്സ് ലൈക്ക് വെരി നൈസ്, പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ മേലത്തെ കോണ്ടൻറ്റും ബാലൻസ്ഡ് ആണ്. സോ ദാറ്റ് കണ്ണിലേക്ക് കാണാൻ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ പ്രോപ്പർലി അത് കാണാനും ഇറ്റ്സ് കാച്ചി ഫോർ ഓൾ സോർട്ട് ഓഫ് യൂസേഴ്സ്, റൈറ്റ്? സോ നമ്പർ 2 ഈസ് ഓപ്പറബിൾ. ഓപ്പറബിൾ എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് യൂസേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഓപ്പറേറ്റ് ത്രൂ ഇൻ്റർഫേസസ്, അല്ലെങ്കിൽ നാവിഗേറ്റ് ത്രൂ ഇൻ്റർഫേസസ്. അത് ജസ്റ്റ് ബൈ യൂസിങ് ഒരു മെത്തേഡ് മാത്രമായി പോരുത്. എക്സാമ്പിൾ ലൈക്ക് കീബോർഡ് നാവിഗേഷൻ ഓൺ Gmail, റൈറ്റ്? അതായത് Gmail ഫുൾ യൂസ് കേസ് വിയ കീബോർഡ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്, നോട്ട് ജസ്റ്റ് ബൈ യൂസിങ് മൗസ്, റൈറ്റ്? സോ ദാറ്റ് യൂസേഴ്സ് വിത്ത് മോട്ടോർ ഡിസബിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, മൗസ് യൂസ് ചെയ്യാൻ പറ്റാത്തവർ ദേ കൻ സ്റ്റിൽ നാവിഗേറ്റ് വിത്ത് കീബോർഡ്. അനദർ എക്സാമ്പിൾ വിൽ ബി BBC-ത്തെ സ്കിപ്പ് ടു കോണ്ടന്റ് ലിങ്ക് ആണ്, റൈറ്റ്? സോ ബേസിക്കലി BBC-യിൽ സ്കിപ്പ് ടു ദി മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇറ്റ് അവോയ്ഡ്സ് ഫോഴ്സിങ് യൂസേഴ്സ് ടു ടാപ്പ് ത്രൂ ലോങ് നാവിഗേഷൻ മെനു. അവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്കിപ്പ് അടിച്ചിട്ട് ഡയറക്റ്റ്ലി ടു ദി മെയിൻ തിങ്ങിലേക്ക് പോകാൻ പറ്റും. അനദർ എക്സാമ്പിൾ ബി ഫോക്കസ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ഫിഗ്മ, റൈറ്റ്? സോ നമ്മൾ ഈച്ച് ടാബിലൂടെ ഇൻറ്ററാക്ട് ചെയ്ത് പോകുമ്പം ഇപ്പം നമ്മൾ ഇന്നൊരു സെക്ഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ ഫോക്കസ് ആയിട്ട് സ്റ്റേറ്റ് എന്താണ് ഒരു ലൈക്ക് പാറ്റേൺ ഹോവർ കൈൻഡ് ഓഫ് ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ദാറ്റ് വി നോ ദാറ്റ് നമ്മൾ എവിടെയാണ്, നമ്മൾ എന്താണ് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളത്, റൈറ്റ്? സോ യൂസേഴ്സ് ക്യാൻ നോ ദാറ്റ് അവരെവിടെ എത്തി, അവരെന്താണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, എന്താണ് ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ദി തേർഡ് കോമ്പോണൻറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. സോ അണ്ടർസ്റ്റാൻഡബിൾ എന്ന് വെച്ചാൽ ലിറ്ററലി ദ മീനിങ് ഇറ്റ് സെൽഫ്. കണ്ടന്റ് ആൻഡ് ഓപ്പറേഷൻ ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? അതായത് ഇൻ്റർഫേസ് ഷുഡ് ബിഹേവ് ലൈക്ക് ഒരു പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള പാറ്റേൺ, ഒരു ഫെമിലിയർ പാറ്റേൺ പോലെ ബിഹേവ് ചെയ്യണം. അതായത് ലൈക്ക് അതിൽ ആ പാറ്റേൺസ് വരും, ലാംഗ്വേജ്, ടൂൺ, ഇതൊക്കെ അതിൽ പെടുന്നൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഫോം എറർ മെസ്സേജ് ഓൺ സ്ട്രൈപ്പ് ചെക്കൗട്ട്. സ്ട്രൈപ്പിൽ ആക്ച്വലി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ക്ലിയർലി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് എറർ കോസ് ചെയ്തത്, ഇൻവാലിഡ് ആയിട്ടുള്ള കാർഡ് നമ്പർ ആണോ ഓർ വാട്ട് എവർ ദ കേസ് ദേ മെൻഷൻ ക്ലിയർലി, റൈറ്റ്? ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് യൂസേഴ്സ് നോ ഇമ്മീഡിയറ്റ്ലി വാട്ട് വെന്റ് റോങ് ആൻഡ് ടു ഫിക്സ് ഇറ്റ്, റൈറ്റ്? എറർ വന്നു, ഇനി അടുത്തെന്ത് ചെയ്യണം, എന്താണ് സംഭവിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദേ വിൽ നോ ഇറ്റ്. ആൻഡ് എക്സാമ്പിൾ 2 ക്യാൻ ബി എന്താണ് ബെറ്റർ നാവിഗേഷൻ അല്ലെങ്കിൽ ലേഔട്ട് ഓൺ apple.com. ആപ്പിളിൻ്റെ നാവിഗേഷൻ ബട്ടൺസ് ഫ്ലോ ഭയങ്കര കൺസിസ്റ്റൻ്റ് ഓൺ all product pages, right? If you are viewing the product page of Apple watches, we can predict the layout will be on and the iPad and the page. I'm not talking about the graphics but structure and all, right? So flow, navigation, layout pattern ഒക്കെ കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ യൂസേഴ്സ് കൺഫ്യൂഷൻ ആവില്ല, ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. And another example can be simple language tool used by Duolingo, right? Duolingo uses friendly, clear language with short sentence and visuals. അതായത് if you are a Duolingo user ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അവർ അത്രയ്ക്ക് ഫ്രണ്ട്ലി, ഭയങ്കര ലൈക്ക് ചാമിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്യാറ്. സോ ദാറ്റ് യൂസേഴ്സ് എപ്പോഴും കോഗ്നേറ്റീവ്, അതായത് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പം ലിറ്ററസി കുറഞ്ഞ ആൾക്കാർക്ക് അത് ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, റൈറ്റ്? ദേ അണ്ടർസ്റ്റാൻഡ്. ഭയങ്കര കട്ടിപിടിച്ച സിനോണിംസ് ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് ഡുവലിംഗോ. സോ ഇങ്ങനെ ഫ്രണ്ട്ലിനെസ് കൊണ്ടുവരുമ്പം കോഗ്നേറ്റീവ് ഡിസബിലിറ്റീസ്, മെൻ്റൽ സ്ട്രെസ്സ് കൂടുതൽ വരുമ്പോൾ സ്ട്രെസ് വരുന്ന ആൾക്കാർക്ക് അത് കുറയ്ക്കാനും നാവിഗേറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും.
And the fourth component is robust. So what it says is that content must work across devices and assistive tech. അതായത് ഒരു വെബ്സൈറ്റ് ആപ്പും ടെക്നോളജി അല്ലെങ്കിൽ സ്ക്രീൻസ് വാട്ട് എവർ ഇവോൾവ് ആവുകയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. An example can be responsive design in Airbnb, right? So if you use Airbnb's സൈറ്റ് അഡാപ്റ്റ് ആണ്, എല്ലാ അക്രോസ് എല്ലാ ഡിവൈസിലും, ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ആയാലും ആ ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് ബ്രേക്ക് ആവേണ്ട സ്ട്രക്ചർ ബ്രേക്ക് ആണ് നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടും. സോ വൈ ദിസ് മാറ്റേഴ്സ്, ഇറ്റ് എൻഷോർസ് ആക്സസിബിലിറ്റി അക്രോസ് ഓൾ ഡിവൈസസ് ആൻഡ് ബ്രേക്ക് പോയിന്റ്സ്. സോ ദോസ് ആർ ദി 4 components. Here is the summary table. So WCAG പ്രിൻസിപ്പിളിൽ മെയിനായിട്ട് വരുന്ന 4 പ്രിൻസിപ്പിളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രിൻസിപ്പിൾസ്. Perceivable, number 1, what it means, users can see, hear content, right? Real product example, Instagram and alt text, YouTube captions and Google contrast usage. Number 2, operable, users can control interface. Product example, Gmail keyboard navigation, BBB skip links, Figma focus states. Understandable. Number 3, understandable, users can read and predict actions. Real product examples, Stripe errors, guidance, Apple layout, Duolingo language. Number 4, robust. അതിൻ്റെ അർത്ഥം വർക്ക്സ് അക്രോസ് ടെക് ആൻഡ് ഡിവൈസസ്. ഫോർ എക്സാമ്പിൾ റിയൽ പ്രോഡക്റ്റ് എക്സാമ്പിൾ സ്ലാക്ക് ARIA ഫ്രെയിംവർക്ക്, Airbnb responsive UI. So these are some key principles which comes under WCAG guidelines. So if you are a designer, you should start applying these principles, right? To make learning accessibility more useful, there are some contrast rules which we can apply directly in our design tools, using Figma, with use of plugins and all. So അതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് I'm preparing a document. I'll put the link in the description. You can download it and use it for free. If you have any doubts, you can always reach out to me via comments, Instagram, and you know where to go, right? Email and all. So that's it for this video. So make sure that you are taking notes, you are watching it throughout the end and actually applying it. That's where the magic happens. And just to let you guys know, we have another learning series which is going on. And in the playlist, it's a beginner course, where we teach UX, UI, product psychology and things like that. Make sure that you are watching the first episode first and then the second to get the clean flow and proper understanding. So yeah.